ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. KP പീറ്റർ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റായി ജെറോം സെബാസ്റ്റ്യൻ, സെക്രട്ടറിയായി ബിജു ആന്റണി, ട്രഷററായി MD ബിജോയ് എന്നിവരാണ് ചുമതലയേറ്റത്. BC ഷൈജുവും മറ്റ് ലയൺസ് അംഗങ്ങളും സംബന്ധിച്ചു. പുതിയ വർഷത്തേക്കുള്ള പദ്ധതി രേഖകളും അവതരിപ്പിച്ചു. Flag salutation. We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us will shoulder one's responsibility of a good citizen. Its history written in letters of gold inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its course shall be our course and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the comity of nations. Jai Hind. Thank you. നമ്മുടെ ലയൺസ് ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായി നമ്മുടെ അടുത്ത വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു വർഷം എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും ഞങ്ങളുടെ ടീമിനും അത് സാധിച്ചു എന്നുള്ള ഒരു കൃതജ്ഞതയോടുകൂടിയാണ് അടുത്ത വർഷത്തെ ഭാരവാഹികളെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടും എനിക്ക് ശേഷം ഇവിടെ വരുന്ന ജെറോം വളരെ പ്രാഗൽഭ്യനാണ്. ക്ലബിൻ്റെ ഒരു 2 തവണ ട്രഷററായിട്ട് വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മികവും അന്നും അദ്ദേഹം അത് മുന്നോട്ടെടുത്തുകൊണ്ട് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒട്ടും സങ്കേതമില്ല. അദ്ദേഹം എന്തായാലും അടുത്ത വർഷത്തെ പ്രസിഡൻ്റായിട്ട് ക്ലബിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നമ്മുടെ മെമ്പറാണ്. മാത്രവുമല്ല ജെറോമിൻ്റെ മകളാണ് അടുത്ത വർഷത്തെ ലിയോ പ്രസിഡൻ്റായിട്ട് ഡിസ്ട്രിക്റ്റിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ ഈ 27 ക്യാബിനറ്റ് ഇൻസ്റ്റലേഷനിൽ അവരെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ജെറോമിനും ഫാമിലിക്കും ഈ വർഷം വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. ക്ലബിനെ നയിക്കാനും ഡിസ്ട്രിക്റ്റിലെ ലിയോ ക്ലബിനെ നയിക്കുവാനും ഉള്ള ഒരു ഭാഗ്യം രണ്ടുപേർക്കും ഒരുമിച്ചാണ് ഒരു വർഷം കിട്ടിയിരിക്കുന്നത്. വളരെ അധികം നല്ല രീതിയിൽ തന്നെ അതുകൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോഗ്രാംസ് ജെറോമിനും മനസ്സിലാവും. ക്ലബിൻ്റെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവാന്തിക്കും അച്ഛനെ സഹായിക്കുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാമിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന നമ്മുടെ ഇൻസ്റ്റലേഷൻ ഓഫീസർ KP പീറ്റർ സാർ MJFനെ ഞാൻ ഈ യോഗത്തിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. (2025-26) വർഷത്തേക്കുള്ള പുതിയ മെമ്പേഴ്സിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രസിഡൻ്റായിട്ട് ലയൺ ജെറോം സെബാസ്റ്റ്യൻ, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺ ജോഷി ജോസഫ്, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ലയൺ പത്മലോചനൻ P, സെക്രട്ടറി ലയൺ ബിജു ആന്റണി, ട്രഷറർ ലയൺ ബിജോയ് MB, LCIF ചെയർമാൻ ചെയർപേഴ്സൺ ലയൺ ദിനേശ് R. Pipe MJF, ക്ലബ് കോർഡിനേറ്റർ ലയൺ TT Jacob PMJF,
Service Chairperson, Lion Engineer VK Baby MJF. Marketing Chairperson, Lion CS Agesh Kumar. Membership Chairperson, Lion Prince Varghese. Tamer, Lion Babu Kolambarambil. Twister, Lion Mohan PK. Directors, Lion A.M. Balasubramaniam, Lion Sabu Joseph, Lion P.G. Sajeev, Lion Judson Duram, Lion Jenif Kachapulli, Lion Jason Jose Olikan. ഇവരെയാണ് നമ്മുടെ ഈ വർഷത്തേക്കുള്ള ഭാരവാഹികളായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. Our second Vice District Governor, Lion K.P. Peter, PMJF. Is a seat designated Lion Shitu, BC, MJF. Dignitaries on and off the dais, fellow Lions, Lioness, Cubs, invited guests. I am delighted to introduce our Chief Guest and Administration Officer, Second Vice District Governor, Lion K.P. Peter, PMJF. Lion K.P. Peter, PMJF was born in Kunnat family of Kolanjeri as the son of late Lion K.P. Paulos and Mariamma Paulos. His father was a charter member of Lions Club of Kolanjeri, and Lion Peter was involved in the Lions Club movement from 1972 as a Leo, ever since charter of Kolanjeri Club. He became an active member in 1993 and has adorned almost all prominent positions in the Lions Club and the district as well. He is a recipient of several awards and accolades in Lions movement like International President's Appreciation Award, International Leadership Medal, LCF Leadership Award. During his tenure as a District Secretary for Environment, he took initiative to plant 4,000 trees and 500 bamboo plants around the periphery of Dhammapuram Waste Treatment Plant to tide the effluent toxic gases, which had won Special Appreciation Award from Kochi Corporation. He was elected as second Vice District Governor during the District Convention 2025. Lion Peter is a graduate in chemistry from St. Peter's College, Kolanjeri, and B.Tech in Mechanical Engineering from Bangalore University. By profession, he is an engineering contractor and have constructed many bridges, flyover and railway overbridge all across Kerala. As a responsible citizen, he is the managing committee member of St. Peter's College, Kolanjeri, MOSC Medical College, Brookside Club and president of Building Owners Association, Kolanjeri. Lion Peter is married to Lion Usha and blessed with three children, Megha, Munnu and Manu. With these words, I present our second Vice District Governor, Lion K.P. Peter, PMJ. ഹലുവ ദേശീയ ക്ലബ്ബ് 98 അല്ലേ 92 മുതൽ ഇങ്ങോട്ട് തീർച്ചയായിട്ടും ഡിസ്ട്രിക്റ്റിലും പ്രോഗ്രാംസിനൊക്കെ വളരെ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുള്ളൊരു ക്ലബ്ബാണ്. ഡിസ്ട്രിക്ട് ക്യാബിനറ്റിലായാലും ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോഗ്രാംസ് ആയാലും പ്രൊജക്ട്സിലായാലും എല്ലാം നിങ്ങളുടെ ഒരു കയ്യൊപ്പ് എപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ലൈവായിട്ട് പോകുന്നൊരു ക്ലബ്ബാണ്. കൂടുതൽ അംഗങ്ങളില്ലെങ്കിലും ഉള്ളവരെല്ലാം നല്ല സജീവമായിട്ട് ലയൺസ് പ്രസ്ഥാനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും കുറേ കൂടി മെമ്പേഴ്സിനെയൊക്കെ ചേർക്കുകയും കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകുകയും സർവീസ് രംഗത്തും മറ്റ് രംഗങ്ങളിലും ഭാവിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ കൺവെൻഷൻ മറ്റന്നാൾ തുടങ്ങുകയാണ്. യു എസിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മൂന്നാമത്തെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് എ.പി. സിംഗ് ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മിഷൻ 1.5 എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു
പ്രധാന പ്രോജക്റ്റ്. ഞങ്ങൾ ഈ VDG സ്കൂളിനൊക്കെ ചെല്ലുമ്പോൾ പറയും 1 മുതൽ 10 വരെ പ്രിഫറൻസ് മിഷൻ 1.5, അതായത് 2027 15 ലക്ഷം അംഗങ്ങളെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നതൊരു വളരെ ശ്രമകരമായ ഒരു ദൗത്യം ക്ലബ്ബുകൾ ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സ്കൂളിങ്ങിലേക്ക് ഞങ്ങളെ അതിനുള്ള പ്രോത്സാഹിപ്പിച്ചു വിട്ടത്. പക്ഷേ എനിക്കതിനകത്ത് പറയാനുള്ളത്, അംഗസംഖ്യ കൂടിയതുകൊണ്ട് മാത്രം ക്ലബ്ബ് നന്നാവണമെന്നില്ല. നമുക്കൊരു മനുഷ്യ ശരീരം എടുത്താൽ തടി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനൊപ്പം ഹൃദയവും തലച്ചോറും എല്ലാം വളരണം. ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സർവീസാണ്. സർവീസ്, അതുപോലെ ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിലെ ലീഡർഷിപ്പാണ്. ഈ രണ്ടും വളരാതെ ശരീരം മാത്രം വളർന്നുകൊണ്ടൊരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന മെമ്പേഴ്സ് അതിന് പറ്റിയവരായിരിക്കണം. സേവന സന്നദ്ധരായ, നേതൃത്വ ഗുണമുള്ള, എല്ലാവരുമായി സഹകരിക്കുന്ന ആളുകളെ നോക്കി ഓരോ ക്ലബ്ബുകളും അംഗങ്ങളെ ചേർക്കണമെന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുള്ളത്. ചുമ്മാ അംഗങ്ങളെ ചേർത്ത് നമ്മൾ പല ക്ലബ്ബുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടേക്കാൾ ഉപരി നല്ല മെമ്പേഴ്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്ത് ക്ലബിൻ്റെ അംഗസംഖ്യ, തീർച്ചയായിട്ടും അംഗസംഖ്യ കൂടേണ്ടത് ആവശ്യമാണ്. കാരണം കൂടുതൽ അംഗങ്ങളുണ്ടായാലേ ക്ലബിൻ്റെ റിസോഴ്സസും സർവീസും മറ്റ് രംഗങ്ങളിലൊക്കെ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കാൻ അലുവദേശം ക്ലബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ സേവനം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായകരമാകട്ടെ, അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ നമ്മുടെ ഈ അടുത്ത വർഷത്തെ ഭാരവാഹികളെ ഓരോരുത്തരെയായിട്ട് വിളിക്കാം. അവരൊന്ന് എനിക്ക് അവിടെ തന്നെ നിന്നാൽ മതി, അങ്ങോട്ട് മുമ്പിലേക്ക് വരണമെന്നില്ല. ആദ്യമായിട്ട് ലയൺ ബാബു കൊല്ലപ്പറമ്പ്. ഇല്ല, ശരി. അടുത്തത് ടെയിൽ ട്വിസ്റ്റർ മോഹനൻ PK. ടെയിൽ ട്വിസ്റ്റർ മോഹൻമോളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലൈനാണ്. ടെയിൽ ട്വിസ്റ്ററിൻ്റെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല, ഒരു ജോക്കറുടെ പണിയാണ്. ക്ലബ്ബ് മീറ്റിങ്ങുകൾ ലൈവാക്കുക, തമാശകൾ ഉണ്ടാക്കുക, അതുപോലെ ക്ലബിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാകാതെ നോക്കുക. മീറ്റിങ്ങുകൾ വരുമ്പോൾ എല്ലാവരും ഫോർമാലിറ്റീസ്, അതായത് നമ്മുടെ പിന്നു കുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും തമ്മിൽ അങ്ങോട്ടും വർത്താനം പറയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ചെറുതായിട്ട് ഫൈൻ ചെയ്യുക. അങ്ങനെ ക്ലബിൻ്റെ ഫണ്ട് കൂട്ടാൻ സാധിക്കും. വലിയ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഫൈൻ ചെയ്യരുത്, ചെറിയ ഇതൊക്കെയാണ് താങ്കളുടെ ഡ്യൂട്ടി. താങ്കളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സ്, ലയൺ AM ബാലസുബ്രഹ്മണ്യം, ലയൺ സാബു ജോസഫ്, ലയൺ PG സജീവ്, ജുഡേഷൻ ദുറ, ജെനി കാച്ചപ്പള്ളി, ജെയ്സൺ ജോസ് ഓലിക്കൽ, SN ശശിധരൻ കർത്ത. ഒരാളുള്ളോ? ഡയറക്ടർ ബോർഡിലെ അംഗമാണ്. ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളുടെ ചുമതല അറിയാമല്ലോ. ഈ ക്ലബിൻ്റെ പോളിസീസ്, പ്രോഗ്രാംസ്, പ്രോജക്ട്സ് എല്ലാം തീരുമാനം എടുക്കുന്നത് ഡയറക്ടർ ബോർഡിലാണ്. നിങ്ങളാണ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ട്രഷറർക്കും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എല്ലാ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുക്കുക, ഡിസ്കഷനിൽ വളരെ സജീവമായി പങ്കെടുക്കുക, ക്ലബിൻ്റെ ഭാവി ഉന്നമനത്തിന് നിങ്ങളുടെ സഹായവും സഹകരണവും പ്രസിഡന്റിനും സെക്രട്ടറിക്കും ട്രഷററിനും നൽകുക.
അതൊക്കെയാണ് നിങ്ങളുടെ ജോലി. വിൽ യു പെർഫോം യുവർ ഡ്യൂട്ടീസ് ടു ദി ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി? ഓക്കെ, താങ്ക് യു. Then comes membership chairperson, line Prince Varghese. ഇല്ല. Then service chairperson, engineer VK Baby MJF. ചേട്ടൻ ഒരു സീനിയർ ലൈൻ സർവീസ് ചെയർപേഴ്സൻ്റെ ചുമതലകളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ക്ലബിൻ്റെ സർവീസ് പ്രോജക്റ്റുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, നടപ്പാക്കുക. ഓക്കെ ചേട്ടാ, വിൽ യു പെർഫോം യുവർ ഡ്യൂട്ടീസ് ടു ദി ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി? ഓക്കെ, താങ്ക് യു. Then comes LCF chairperson line Dinesh Arpai. Immediate past president LCF chairperson മിക്കവാറും എല്ലാ ക്ലബുകളിലും ഒരാളായിരിക്കും. നമ്മുടെ ഇൻ്റർനാഷണലിലും അങ്ങനെയാണ് വരുന്നത്. ദിനേഷ് പയ്യെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. LCF-ലേക്ക് നമ്മൾ ഇവിടെ ഇപ്പോൾ എത്ര MJF ഉണ്ടായിരുന്നു? അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷവും 27 ധാരാളം MJF-കൾ ചേർക്കുക. അപ്പോൾ അതാണ് താങ്കളുടെ ജോലി. പിന്നെ ആസ് IPP യു ആർ അഡ്വൈസർ ടു ദി PST. ഓക്കെ ഓക്കെ, ഐ എം ഷുവർ യു വിൽ പെർഫോം യുവർ ഡ്യൂട്ടീസ് ടു ദി ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി. താങ്ക് യു. ആണ് വിളിക്കുന്നത്. ഒന്ന് ഗലീല കടൽ, മറ്റൊന്ന് ഡെഡ് സീ അല്ലെങ്കിൽ ചാവുകടൽ. ഈ രണ്ട് കടലിലേക്കും വെള്ളം ഒഴുകി വരുന്നത് ജോർദാൻ നദിയിൽ നിന്നും. ഗലീല കടലിൽ ധാരാളം മത്സ്യങ്ങളും ജീവജാലങ്ങളും മനുഷ്യന് ഉപയോഗിക്കാവുന്ന വെള്ളവും. എന്നാൽ ഡെഡ് സീയിലെ വെള്ളം മനുഷ്യന് ഉപയോഗിക്കാൻ വളരെ വിഷലിപ്തമാണ്. അവിടെ ഒരു മത്സ്യങ്ങൾക്ക് വളരാൻ സാധിക്കില്ല, ജലജീവികൾക്കൊന്നും വളരാൻ സാധിക്കില്ല. ഗലീല കടലിൻ്റെ പ്രത്യേകത, ജോർദാൻ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മറ്റൊരു വശത്തോട് ഒഴുകി ഇസ്രായേലിൻ്റെയും പലസ്തീനിലെയും കൃഷിസ്ഥലങ്ങളിലേക്ക് ഒഴുകി ആ സ്ഥലങ്ങളെല്ലാം കൃഷിക്ക് അനുയോജ്യമാക്കി ഫലഭൂയിഷ്ടമാക്കി മാറ്റി. എന്നാൽ ഡെഡ് സീയിലെ ഈ ഒഴുകി വരുന്ന വെള്ളം അതവിടെ സ്വീകരിക്കൽ മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് ഒഴുക്കി വിടുന്നില്ല. അതുകൊണ്ട് അതവിടെ കെട്ടിക്കിടന്ന് മലിനമാകും. കൂടുതൽ ഓരോ കാലം ചെല്ലുന്നതോടെ അത് കൂടുതൽ വിഷലിപ്തമായി തീരുകയാണ്. അവിടെ മത്സ്യങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ മനുഷ്യർ ഉപയോഗിക്കാവുന്ന വെള്ളമല്ല. ഏതാണ്ട് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം നമ്മിലേക്ക് ദൈവം തരുന്ന നൽവരങ്ങൾ മറ്റുള്ളവർക്ക്, നമ്മുടെ സഹജീവികൾക്ക് ഉപയോഗത്തക്ക രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമായിരിക്കും. ഒരിക്കലും പുറത്തേക്ക് ഒന്നും കൊടുക്കാതെ എല്ലാം കൈയടക്കി വെച്ചിരുന്ന ഡെഡ് സീയുടെ അനുഭവമായിരിക്കും. നമ്മളെ കൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാവില്ല. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഇങ്ങനെ സ്വാർത്ഥതയുടെ ദുഷിപ്പ് എല്ലാ കാലത്തും ഉണ്ടാകും. അതുകൊണ്ട് ഗലീല കടലിൻ്റെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ കാലുദേശത്തെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ ഭാവിയിൽ നല്ല മനസ്സുള്ള സർവീസ് മൈൻഡായിട്ടുള്ള അംഗങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഗണേശ്. വളരെ സന്തോഷം നിറഞ്ഞ ഈ അവസരത്തിൽ എന്നെ നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കൂടാതെ ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിൽ ലിയോ ക്ലബ് ഡിസ്ട്രിക്ട് പ്രസിഡൻ്റായി എൻ്റെ മകൾ അവന്തിയ ജെറോമിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ക്ലബിൻ്റെ പ്രസിഡന്റ് ദിനേശ് ആർപ്പായിയുടെ നേതൃത്വത്തിലുള്ള ടീം അത് ക്ലബിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും ടീമിനും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഡിസ്ട്രിക്റ്റിൻ്റെ ഒത്തിരി പ്രോജക്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഈ സാനിറ്ററി വെൻഡിങ് ആൻഡ് ഡിസ്പോസബിൾ മെഷീൻ്റെ ഒരു 2 യൂണിറ്റ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് സ്പോൺസർ ചെയ്തിട്ടുണ്ട് 2 സ്കൂളിലേക്കുള്ളത്. കൂടാതെ ഈ ജൂലൈ 26-നുള്ള ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ അത് കരുവറ്റിലെ അഡലക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ്. 100% പാർട്ടിസിപ്പേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലബിലുള്ള എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടും അതിന് വേണം. അതുപോലെ ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ നിങ്ങളെല്ലാവരും സഹായിക്കുകയും വേണം. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ
പങ്കെടുത്ത നമ്മുടെ ബഹുമാന്യനായ പീറ്റർ സാറിനും അതുപോലെ തന്നെ ഷാജുവിനും ഇവിടെ വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പല കാലഘട്ടങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഭാരവാഹികൾ എല്ലാവരും നല്ല കഴിവുള്ളവരും ആത്മാർത്ഥതയുള്ളവരും അതുപോലെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. 2024-25 കാലഘട്ടങ്ങളിൽ നമ്മുടെ ക്ലബിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ലയൺ ദിനേശ് ആർ പൈ പ്രസിഡന്റ്, ലയൺ സെക്രട്ടറി ലയൺ ബിജു ആന്റണി, ട്രഷറർ ലയൺ പി കെ മോഹനൻ, ക്ലബിൻ്റെ നല്ല രീതിയിൽ തന്നെയാണ് ക്ലബിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ക്ലബിനെ ഒരു പുരോഗതിയുടെ ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം കാലഘട്ടം നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകൾ, അതിൽ ആരോഗ്യ മേഖലയിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് വൃക്ഷത്തൈകൾ നടുന്നത്, അതുപോലെ പാവങ്ങൾക്ക് നമ്മുടെ ഓരോ അഭയകേന്ദ്രങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകൾക്ക് എല്ലാ മാസവും ഹങ്കർ പ്രോജക്റ്റും തുടങ്ങിയ 15ഓളം, ഈ 12 മാസം കൊണ്ട് 15ഓളം പ്രോജക്റ്റുകൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഇന്റർനാഷണൽ ലെവലിൽ 2,44,550 പോയിന്റോളം ആലുവ ദേശം ലയൺസ് ക്ലബ്ബ് നേടിയിട്ടുണ്ട്. അത് പ്രത്യേകം ക്ലബിൻ്റെ എല്ലാ കൂട്ടായ്മയുടെ ഒരു ഫലമാണെന്ന് ഞാനത് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ദിനേശ് ആർ പൈ ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ ക്ലബിലെ പ്രസിഡന്റായിരുന്നു. വളരെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലബിനെ മുന്നോട്ട് നയിച്ചത്. എല്ലാവരെയും ഒത്തൊരുമിച്ച് വളരെ സൗഹൃദപരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൂടെയുള്ള എല്ലാവരെയും എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഈസിയായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മിടുക്കൻ, ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു ലയൺ തന്നെയാണ് അദ്ദേഹം. നമ്മുടെ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ഡിസ്ട്രിക്ട് ഡ്യൂസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ മനസ്സും ശരീരമൊക്കെ വേദനിക്കരുത്. ശരിക്കും അതാണ് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായത്. ആർക്കും ഒരു യാതൊരു ബാധ്യതയില്ലാതെ എല്ലാവരും കൃത്യമായി ഡിസ്ട്രിക്ട് ഡ്യൂസ് അടയ്ക്കുകയും നമ്മുടെ ഈ 12 മാസം എല്ലാ ബോർഡ് മീറ്റിങ്ങും 10-10 തീയതിയും 15 തീയതിയും ഇടയിലുള്ള ഏതെങ്കിലും ദിവസം കൃത്യമായി ബോർഡ് മീറ്റിംഗ് നടത്തിയും വളരെ ഭംഗിയായിട്ട് ഇത് കൊണ്ടുനടക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്മുടെ ക്ലബിൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേരിൽ ഞാൻ നടത്തുന്നു. അതുപോലെ ഈ 12 മീറ്റിങ്ങുകളിലും കൃത്യമായി റിപ്പോർട്ടുകൾ, നമ്മുടെ തീരുമാനങ്ങൾ എഴുതി വെക്കുകയും അത് വരുന്ന മീറ്റിങ്ങുകൾ റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അത് നടത്തിക്കുകയും അത് പ്രസിഡന്റ് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് അന്വേഷിക്കുകയും ആ മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും അത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കൃത്യമായ റിപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ടാണ് നടന്നത്. അതിനെ നമ്മുടെ സെക്രട്ടറി ബിജു ആന്റണിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കിതെല്ലാം ചെയ്യുന്നതിന് നമുക്കൊരു സാമ്പത്തിക ഭദ്രത വേണമല്ലോ എല്ലാ കാര്യം ചെയ്യുമ്പോൾ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനാഷണൽ ഡ്യൂസ്, ഡിസ്ട്രിക്ട് ഡ്യൂസ്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ കൃത്യമായിട്ട് കിട്ടിയതുകൊണ്ടും നമ്മൾ ഡ്യൂ ഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഇന്റർനാഷണൽ ഡ്യൂസും ഡിസ്ട്രിക്ട് ഡ്യൂസും ക്ലബിനെ അടയ്ക്കാൻ സാധിച്ചു. അതുകൂടാതെ നമ്മുടെ ഈ ബോർഡ് മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഉള്ള ചെലവുകളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ ബോർഡ് മീറ്റിങ്ങും പലരെ സഹായിക്കാനുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ള ലെറ്ററുകൾ ഉണ്ടാവും. ഇതിനെ കൃത്യമായി നമ്മൾ പൈസ കൊടുക്കാനും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി നമ്മൾ
പരസ്പര സഹായനിധി എന്നുള്ളൊരു പേരിലൊരു ചെറിയൊരു സാമൂഹ്യ ചിട്ടിയൊക്കെ നടത്തി. അതിൽ വളരെ ആർക്കും വേദനയില്ലാത്ത ഒരു പരാതിയില്ലാതെ മുന്നോട്ട് നയിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയ നമ്മുടെ ട്രഷറർ PK മോഹനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും, ഞങ്ങളുടെ മറ്റെല്ലാ ഭാരവാഹികളും മെമ്പേഴ്സും നല്ല രീതിയിൽ തന്നെയാണ് ഈ ക്ലബിനെ ഇവരോട് സഹകരിച്ച് മുന്നോട്ട് പോയത്. കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ലയൺസ് മൂവ്മെന്റിന്റെ മോട്ടോ തന്നെ വി സെർവ്. എൻ്റെ ലൈഫിൽ ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോണ്ടായിരുന്ന ഒരു അനുഭവം, ഞാൻ ഈ ആലുവ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ഒരു തയ്യൽ മെഷീൻ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് കുറേ തയ്യൽ മെഷീനൊക്കെ മേടിച്ച് ഒരു 10 തയ്യൽ മെഷീൻ ഞങ്ങളുടെ പരിസരത്തുള്ള കുറേ പാവപ്പെട്ട മനുഷ്യരെ നമ്മൾ കണ്ടെത്തി, പള്ളിയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അനൗൺസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയി വെരിഫൈ ചെയ്ത് കണ്ടെത്തി അവർക്ക് കൊടുത്തു. അന്ന് ഡോക്ടർ ബിനോയ് ആയിരുന്നു PD. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു, എന്ത് ഇവിടെ കാണുന്നു? ഒരുപാട് ജനം വന്നിരുന്നു പ്രോഗ്രാമിന്. ഈ പ്രോഗ്രാമെല്ലാം DG വിസിറ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പിരിയുന്നു. അപ്പോൾ പലരും ഓട്ടോറിക്ഷകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിമോട്ട് ഏരിയയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ഒരു ചേച്ചി, ഇത് കിട്ടിയ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒഴിയാൻ വേണ്ടി നോക്കി നിന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, സാറേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു തയ്യൽ മെഷീൻ കിട്ടണമെന്നുള്ളത്. ഇന്നത് സാറ് നടന്നു കിട്ടുന്നു. ഈ സ്ത്രീ ശരിക്കും കരയുന്ന രീതിയിലാണ് പറഞ്ഞത്. അത്രയ്ക്ക് ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. ഞാനപ്പോൾ ഒരു ഹിസ്റ്ററി, ഒരു ബാക്ക് ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചു. സത്യത്തിൽ 40,000 രൂപയോളം അന്ന് 10 തയ്യൽ മെഷീൻ എനിക്ക് ഇവിടെ അവർ തന്നത്. സത്യത്തിൽ പൈസ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായില്ല. ഈ ഇൻസുലേഷൻ്റെ DG വിസിറ്റിൻ്റെ 2 ആഴ്ച മുമ്പ് എനിക്കൊരു ടീച്ചർ എനിക്കൊരു ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ടീച്ചറാന്ന് പറഞ്ഞു എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു, നിങ്ങളുടെ ക്ലബ്ബാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് PG പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എൻ്റെ സെമസ്റ്റർ ഫീ തന്നു. എന്നാ കുട്ടി മോണിഷാർ ഹോം സയൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എനിക്കിപ്പോൾ ജോലി കിട്ടി, എനിക്ക് ആ പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഒരിക്കലും ലയൺസ് ക്ലബ്ബ് കൊടുത്ത സഹായങ്ങൾ തിരിച്ചു വാങ്ങാറില്ല, നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പലവട്ടം പറഞ്ഞിട്ടും അവർ നിർബന്ധിച്ച് നമുക്ക് തന്ന ഒരു 40,000 രൂപയുടെ ചെക്കാണ് 10 കുടുംബങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമാനിറ്റേറിയൻ സർവീസ്. ഒരുപാട് ജീവിതങ്ങളെ സ്പർശിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ വർഷത്തെ നമ്മൾ കാണുന്നു. ലയൺസ് ഇന്റർനാഷണൽ മുൻപോട്ട് വയ്ക്കുന്ന 8 പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളുണ്ട്. അതൊന്ന് വിഷൻ, മറ്റൊന്ന് ഹങ്കർ, ഒന്ന് ഹ്യൂമാനിറ്റേറിയൻ സർവീസ്, ഒന്ന് എൻവയറോൺമെൻറ്റ്, യൂത്ത് പ്രോഗ്രാം, ദെൻ ആൻറ്റി ഡ്രഗ്, ഡയബറ്റിക്സ്, ചൈൽഡ്ഹുഡ് ക്യാൻസർ. ഈ 8 ഗ്ലോബൽ കോസസുകളിൽ ഊന്നിയിട്ടുള്ള വർക്ക് നമ്മുടെ ഭാഗത്തു നിന്നാണ്. ഞാൻ പറയുമ്പോൾ തുറവൂർ ലയൺസ് ക്ലബ്ബ് ഒരു ഞായറാഴ്ച നമ്മുടെ ഈ ആലുവ ഈ പാലത്തിൻ്റെ അടിയിൽ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തായിരുന്നു. നിങ്ങളത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു സൺഡേ മോർണിംഗിൽ ഞങ്ങൾ അങ്ങനെ ഒരു വർക്ക് എടുത്തത്. അപ്പോൾ ഇവിടെ താഴെ കിടന്ന് ഉറങ്ങുന്ന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പ്രൈവറ്റ് ബസ് ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന അവിടെ നിന്ന് ഈ വണ്ടി വന്ന് നിന്നപ്പോൾ തന്നെ അവർക്ക് ഭക്ഷണമെന്ന് മനസ്സിലായപ്പോൾ സ്ഥിരം വരുന്ന കുറച്ച് ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ കറങ്ങി ഇവിടെ വന്നാണ് അത് അവസാനിച്ചത്. ഇവിടെ വന്നപ്പോഴേക്കും പാലത്തിൻ്റെ ഇടയിൽ ചായ വെക്കുന്ന കുറേ കച്ചവടക്കാരെ ഞങ്ങളെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ 10 രൂപ കച്ചവടം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് പ്രൊജക്റ്റുകളിൽ കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എനർജൈസ്ഡ് ആവും. ഇന്നേ ദിവസം എൻ്റെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് 2 വിദ്യാലയങ്ങൾക്കാണ് ആലുവ ദേശം ക്ലബ്ബ് സാനിറ്ററി ഡിസ്പെൻസിങ് ഇൻസിനറേറ്റർ കൊടുക്കുന്നത്. ഇവിടെ ഞാനത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് സ്നേഹപൂർവ്വം പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ടൈം, ടാലൻറ്റ്, ട്രഷർ, ഇത് 3ഉം സമൂഹത്തിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ നമുക്ക് സ്പർശിക്കാനായിട്ട് കഴിയുക. ഒരല്പ സമയം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചെറിയ കഴിവുകൾ, പോസിബിലിറ്റീസ്, സാധ്യതകൾ. മറ്റൊന്ന്
നമുക്കുള്ള പണത്തിൻ്റെ ചെറിയൊരു വിഹിതം. ഇത്രയൊക്കെ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ വിരമിച്ചു വന്നു. ലയൺസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ. 26-ാം തീയതി കറുകുറ്റി അറ്റ്ലസിൽ അത് നടക്കുമ്പോൾ നമ്മുടെ ഫാമിലിയെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച പ്രോഗ്രാമുകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ വെച്ച് നിങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് സാധിക്കണം. നമ്മുടെ ക്ലബിൽ നിന്ന് 100% പാർട്ടിസിപ്പേഷന് നിങ്ങൾ പരിശ്രമിക്കണം. എല്ലാവരും തന്നെ എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ലയൺസ്. Thank you, Shaju sir. Answer the felicitation by T.T. Jacob, MJF. ഒരു മിലിറ്ററി ക്യാമ്പ് പോലെയുണ്ട് പേര് മീറ്റിംഗ്. മിലിറ്ററി പോയാൽ സൈലൻ്റായിട്ട് പറ്റില്ല, രണ്ട് സൈലൻ്റ്. ആളുകൾ ഓവറായിട്ടായിരിക്കും ചെയ്യുമ്പോൾ, പക്ഷേ എല്ലാവരും വന്നിട്ടുണ്ട്. ചിലക്ക് വന്നിട്ടില്ല, മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ വളരെ ഗംഭീരമായിട്ടും വളരെ സൈലൻ്റായിട്ടും വളരെ അച്ചടക്കം. ലയൺസിന് ഇത്ര അച്ചടക്കം ഉണ്ടെന്ന് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയുള്ളൂ. 10-25 വർഷം 24 വർഷമേ ചേർന്നിട്ട് ഇത്ര അച്ചടക്കം ഉണ്ടെന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്. അത് ശരിക്കും പീറ്റർ സാറിൻ്റെ ഗുണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അച്ചടക്കം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് 23 ഇപ്പോൾ പഴയ പ്രൈം മിനിസ്റ്ററിന് എല്ലാവർക്കും ഓർമ്മയുണ്ട, അതിൻ്റെ അനിയനാണെന്ന് തോന്നുന്നു. ചിരിച്ച മുഖം. അദ്ദേഹം ഗവർണറായി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ആലോചിച്ചൊക്കെ ഇരുന്നു. പിന്നെ നമ്മുടെ ക്ലബ്ബ് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊക്കെ അഭിമാനമാണ് തോന്നുന്നു. രണ്ടാമത് അതിൻ്റെ പ്രധാന കാര്യം പ്രസിഡൻ്റാണ് മിസ്റ്റർ ദിനേശ് ഭായി. ഒരു കാര്യം ഞാൻ അഭിനയത്തോട് പറയാനായിട്ട്, ഞാൻ 3 പ്രാവശ്യം പ്രസിഡൻ്റായിട്ടുണ്ട്. പക്ഷേ മുടക്കമില്ലാതെ 10-നും 15 ഇടയ്ക്ക് മന്ത്ലി മീറ്റിംഗ് കൂടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് 10-നും 15 ഇടയ്ക്ക് ഒരു മുടക്കില്ലെന്ന് മാത്രമല്ല, എല്ലാവരും സംബന്ധിക്കുകയും ചെയ്യും. അതാണ് പുതിയ കഴിവെന്ന് പറയുന്നത്. ഞാൻ 3 പ്രാവശ്യമായെങ്കിലും 15 ആളി കൂടിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ സമയത്തൊക്കെ 18 ആൾ 19 ആളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ പോയ കൊല്ലം നടത്തിയിട്ടുണ്ട്. അടുത്ത കൊല്ലം മിസ്റ്റർ ജെറോൻ്റെ കീഴിൽ നടക്കുമ്പോൾ ഈ പ്രോഗ്രസ് ജെറോ അടുത്തല്ലേ 10-നും 15 ഇടയ്ക്ക് മാത്രം പോരാ, 10-ാം തീയതി തന്നെ നടത്തണം. ഓക്കെ. അപ്പോഴാണ് നമുക്ക് ഒരു അഭിമാനം ഉണ്ടാവുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് തന്നെ മതിയല്ലേ, ഇത്രയ്ക്ക് തന്നെ മതി. ഈ മിലിറ്ററി സ്വഭാവം നമ്മൾ കളയരുത്. ജെറോ മിലിറ്ററി സ്വഭാവം ഭാവിയിൽ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തി സമൂഹത്തിൽ ചെയ്യേണ്ടത്. നമ്മുടെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ലിയോ പ്രസിഡൻ്റായിട്ട് നമ്മുടെ ക്ലബിലെ പ്രസിഡൻറ്റിൻ്റെ മകൾ ലിയോ അവന്തിക ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. അതേപോലെ തന്നെ ഈ വർഷത്തെ ആലുവ ദേശം ക്ലബിൻ്റെ ലിയോ പ്രസിഡൻറ്റും അവന്തികയാണ്. തീർച്ചയായിട്ടും അവന്തിക ഊർജ്ജസ്വലതയോടുകൂടി ഉത്സാഹത്തോടുകൂടി ക്ലബിലും ഡിസ്ട്രിക്റ്റിലും പ്രവർത്തിക്കാൻ അവസരമുണ്ടാകട്ടെ. ഈ അടുത്ത വർഷത്തെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ കഴിയുമ്പോൾ അവന്തിക ദ ബെസ്റ്റ് ലിയോ പ്രസിഡൻറ്റ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ലിയോ പ്രസിഡൻ്റായി അവരോധിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ലിയോ സെക്രട്ടറി ലിയോ അലീന ബിജോയ് സെക്രട്ടറി. നിങ്ങൾ പ്രത്യേക മീറ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും
ഇവിടെ ലിയോ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് മെയിൻ സ്ട്രീം സർവീസുകളോടൊപ്പം നിങ്ങളും ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുകയും അതൊക്കെ ഡിസ്ട്രിക്റ്റിലേക്ക് ലിയോ വഴി പ്രസിഡൻറ്റിനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റിൽ അത് റിപ്പോർട്ട് ചെയ്യുക. ലിയോ ക്ലബിൻ്റെ ഒരു പ്രസൻസ് ഡിസ്ട്രിക്റ്റിലും ക്ലബിലും ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ ഡിക്ലെയർ ദാറ്റ് യു ആർ installed as Leo Club President. Okay, and Leo Treasurer, then Jitin B. Leo Club Secretary. Jitin B. Chalak. Jitin. സ്മാർട്ടാണ്. ഓക്കെ, ട്രഷറർ ലിയോ ട്രഷറിന് വലിയ കാര്യമായ പൈസ ഒന്നും കൈ കിട്ടില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അത് ക്ലബിലെ പ്രോജക്റ്റുകൾക്ക് ഉപയോഗിക്കുക. ടൈം മേടിച്ചൊന്നും കളയരുത്. ഓക്കെ, ഇപ്പോൾ ലിയോ ട്രഷററായി അടുത്ത 2025-26 ആലുവ ദേശം ക്ലബിൻ്റെ ലിയോ ട്രഷററായി ചുമതലയേറ്റതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് മൂവർക്കും സെൻസ് ഉണ്ടാകണം. എല്ലാ ക്യാബിനറ്റും അറ്റൻഡ് ചെയ്യണം. ലേഡീസ് ഫോറത്തിൻ്റെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. അവസാനമായി ഈ പരിപാടി ഒരു വിജയമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ചവർക്കും പങ്കെടുത്തവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.